നമ്മൾ എപ്പോഴാണോ പഠിപ്പിക്കുന്നത് അപ്പോഴാണ് ശരിക്കും പഠിക്കുക. നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ ടെക്നിക്കൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. മീൻസ് നമ്മുടെ കൂടെയുള്ള ആൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ അറിവ് കുറച്ചുകൂടെ സോളിഡ് ആവും, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പോകാൻ പറ്റും, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കയ്യിലുള്ള നോളജ് ഷെയർ ചെയ്യുക. എവിടെ ഷെയർ ചെയ്യാൻ പറ്റും? ഇപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എനിക്ക് നോളജ് വേണമെങ്കിൽ ആ സബ്ജക്റ്റിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന മേഖലയിൽ ചിലപ്പോൾ സ്റ്റാഫിൻ്റെ ട്രെയിനിങ് ആയിരിക്കാം, നിങ്ങൾക്ക് അതിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഡെപ്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അറിവ് നിങ്ങൾ ഷെയർ ചെയ്താൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് മാർക്കറ്റ് ചോദിക്കും, അപ്പോൾ നിങ്ങൾ കൂടുതൽ പഠിക്കും. അപ്പോൾ ഏത് ഏരിയയിലാണോ എനിക്ക് പെർഫോം ചെയ്യേണ്ടത് അവിടെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങളുടെ മൈക്രോനിഷിലാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, കോൺട്രിബ്യൂഷൻസ് ചെയ്യാം, ഷെയർ ചെയ്ത് തുടങ്ങാം, പഠിപ്പിക്കുക. അത് നമ്മുടെ സ്റ്റാഫിനെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും അല്ലേ? അങ്ങനെ പല കാര്യങ്ങൾ പഠിപ്പിച്ചാൽ നമ്മൾ പെട്ടെന്ന് പഠിക്കും, പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ. ക്ലിയർ ആവുന്നുണ്ടോ?